വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ രാഷിദ്. ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എ വെരി ഹാപ്പി ന്യൂ ഇയർ പറയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു വിഷൻ ബോർഡാണ്. ഇത് എൻ്റെ ആദ്യത്തെ വിഷൻ ബോർഡാണ്. മൈ 2025 വിൽ ബി. ഇത്ര കാലമായിട്ടും ഈ ഒരു കൺസെപ്റ്റ്, അതായത് വിഷൻ ബോർഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇതെന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കിയത്. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗോൾസ് എന്താണെന്ന് ഒരു ചെറിയ ഷീറ്റ് ഓഫ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്റ്റഡി ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതെന്നും ഡെയിലി അതൊന്ന് വായിക്കുക ആൻഡ് റിമെമ്പർ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിക്ചറൈസേഷൻ എന്നൊക്കെയാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് എ വിഷൻ ബോർഡ്? ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഗോൾസ്. അപ്പോൾ നിങ്ങളുടെ ഗോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോട്ടോസും കോട്ട്സും ഒക്കെ ജസ്റ്റ് ഒന്ന് കൊളാഷ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. അതിലധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കോട്ട്സൊക്കെ എടുത്തിട്ടുള്ളത്. കുറേ നോക്കിയതിന് ശേഷം അവസാനമാണ് എൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഗോൾസിലേക്കും അതുപോലെ തന്നെ കറൻ്റ്ലി മൈ ലൈഫ് മൈ സിറ്റുവേഷൻസിനോടൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ട്സൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഗോൾസിനോട് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോട്ട്സ് മാത്രം സെലക്ട് ചെയ്യുക. വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിലായാലും യൂട്യൂബിലായാലും കുറേ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം അതിൽ ഒട്ടുമിക്കവരും ചെയ്തിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ കുറേയേറെ ഫോട്ടോസ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫോട്ടോസുകൾ വെച്ചിട്ട് കൊളാഷ് ചെയ്യുന്നു. അത് അവരുടെ ചോയ്സാണ്. പക്ഷേ എനിക്ക് അതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺസ് എന്താണെന്ന് പറയാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു 80% ഓഫ് ഫോട്ടോസ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ സെൽഫ് പോർട്രേറ്റ്സ് ആണ്. അങ്ങനെ വെക്കാൻ കാരണം, ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് 2021 to 2023. അതിലേക്കൊരു ഗോ ബാക്ക് എന്ന് പറയണത് ഇപ്പം കറൻ്റ്ലി എൻ്റെ ഒരു ഗോൾ തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു ആ ഒരു ടൈമിലത്തെ സെൽഫ് പോർട്രേറ്റ്സ് വെക്കണം എന്നുള്ളത്. അതാണ് റീസൺ. ബൈ മിസ്റ്റേക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ ഈ ഒരു 2025 എൻ്റെ ഏറ്റവും ടാർഗറ്റഡ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. ഈ ഒരു വർഷം ഒരു 100K ആയിട്ട് ആ ഒരു പ്ലേ ബട്ടൺ അച്ചീവ് ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണിപ്പം. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബിൻ്റെ സിമ്പിളൊന്നും ഞാൻ പ്രിൻ്റ് എടുത്തില്ല, അത് വിട്ടുപോയതാണ്. പക്ഷേ പിന്നീടാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളും എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസ്, എൻ്റെ ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോസുകളാണ്. അപ്പോൾ യൂട്യൂബിൻ്റേതായിട്ട് ഒരു ഫോട്ടോസ് ഇല്ല. അപ്പോൾ അടുത്ത 2026 ആകുമ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ്, അതായത് 100K ആകുമ്പോഴത്തെ ആ ഒരു പ്ലേ ബട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് തന്നെ വെക്കണം എന്നൊരാഗ്രഹം. പിന്നെ ബാക്കിയുള്ള എൻ്റെ ഒരു 2025 ഗോൾസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഹാഫ് അച്ചീവ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ള ഗോൾസ് അങ്ങനെയും പറയാം. ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളതും അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. എൻ്റെ ആഗ്രഹത്തിനേക്കാളും കൂടുതൽ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. പക്ഷെ അമ്മ ഇല്ലാതായതിനു ശേഷം ആ ഒരു ഡ്രീമിൽ പാതി വഴിയിൽ ഞാൻ നിർത്തിയിട്ട് പോയി. അത് എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അതിലേക്കൊരു ഗോ ബാക്ക് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഗിറ്റാർ നെയ്തിട്ടുള്ളൊരു പോളറോയിഡ് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പണ്ട് തൊട്ടുള്ളൊരാഗ്രഹമാണ് ഗിറ്റാർ വാങ്ങിക്കണം, അത് വെച്ചിട്ട് പാടണം എന്നൊക്കെ. ഈ ഒരു ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും നന്നായിട്ട്. പക്ഷേ അത് വാങ്ങാനുള്ള സമയത്തൊക്കെ പലപ്പോഴും അത് എന്തുകൊണ്ടൊക്കെയോ മുടങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ള എല്ലാ ആനിവേഴ്സറിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ആനിവേഴ്സറിക്ക് ആ ഗിറ്റാറിന് പകരം എനിക്കൊരു ഉക്കുലേല മേടിച്ചു തന്നിട്ടുണ്ടായി. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് വെച്ചിട്ട് ഞാൻ കുറേ പാടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എനിക്കൊരു ഗിറ്റാർ മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഫോട്ടോ വെക്കാനുള്ള റീസൺ. വേറൊരു ഗോളായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ക്യാമറയാണ്. ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടം. ഒരു ഫോട്ടോഗ്രാഫർ ആവുക എന്ന് പറയുന്നത് ഒരു എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും സമയമാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ആ ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്.
എനിക്ക് കൂടുതൽ ഇഷ്ടം പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫീസ്, ഫുഡ് ഫോട്ടോഗ്രാഫീസ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് 2025 ഒരു സ്റ്റെപ്പെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു നല്ല അടിപൊളി ക്യാമറ ഫസ്റ്റ് ഓഫ് ഓൾ വേണം. അത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഇപ്രാവശ്യമെങ്കിലും നടത്തിയെടുക്കണം എന്ന്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിൽ കുറേ എൻ്റെ സ്മോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്സുകൾ വെച്ചിട്ടുണ്ട്. ഞാനൊരു 2020 or 2021 സമയത്താണ് സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ ഇപ്പം ആഫ്റ്റർ ബേബിക്ക് ആയതിനു ശേഷം ഞാൻ അധികം ഓർഡേഴ്സ് ഒന്നും എടുക്കാറില്ല, ഞാൻ നല്ല എഫേർട്ട് ഇടാറില്ല. അതാണ് കാര്യം. ഈ ഒരു വർഷം അതിലെന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അതാണ് ഒരു ഗോൾ. അടുത്തതായിട്ട് ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോളറോയിഡ് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഗോളല്ല, പക്ഷെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഗോൾസിനും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സെൽഫ് നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന മീ ടൈം എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പണ്ട് ഹോസ്റ്റൽ ലൈഫ് ആയിരിക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരുപാട് സമയം കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം വീക്ക്ലി വൺസ് എങ്കിലും എനിക്ക് മീ ടൈമിന് വേണ്ടിയിട്ട് സമയം എന്തായാലും കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു പോളറോയിഡ് വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ പണ്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്, ലഡാക്കിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമില്ല. പക്ഷെ എവിടെയെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ദിവസം നിൽക്കണം, അങ്ങനെയുള്ളൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളറോയിഡ് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ സെൽഫ് ലവ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് ലവ് ആണ്. ഒരു 99% ഓഫ് ആൾക്കാരുടെ സക്സസ്ഫുൾ ലൈഫ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആയിരിക്കും. പിന്നെ ഒരു പ്രൊഫഷണൽ ഗോൾ ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി 2025 അത് ഞാൻ 2026 മാറ്റിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പ്രൊഫഷണലി ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിരുന്നു. പക്ഷേ ഡെലിവറിക്ക് ശേഷം ഞാൻ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ട്രൈ ചെയ്തിരുന്നു. ബേബിക്ക് 1 വയസ്സായതിനു ശേഷം കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കേരളത്തിൽ ഭയങ്കര വാക്കൻസി കുറവാണ്. പിന്നെ അവൾ നടന്നു തുടങ്ങുന്ന സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു 2025 എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല വാക്കൻസി വന്നാൽ ഞാൻ എന്തായാലും പോവും, യൂട്യൂബും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്സ്. പിന്നെ സ്മോൾ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ ഞാൻ തോന്നുന്നു നമ്മളൊരു ചെറിയൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ആഗ്രഹമൊന്നുമല്ല, മുന്നേ ഉള്ളതാണ് കേട്ടോ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ്. കാരണം ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രിപ്പറേഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ തൽക്കാലം നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ 2025 എന്തായാലും ഈ ഒരു യൂട്യൂബ് ഏർണിങ്സ് കൊണ്ട് എനിക്കത് എൻ്റെ ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഗോളാണ്. അങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്രമാത്രം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് ദിസ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു നല്ല കോൺഫിഡൻസ് കിട്ടിയ പോലെ ഉണ്ടിട്ട് എനിക്കിപ്പം. നമുക്ക് എന്തായാലും ആ 2026 ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ഐക്കൺ നമുക്ക് വെക്കാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളും വേഗം പോയിട്ട് ഒരു വിഷൻ ബോർഡൊക്കെ റെഡിയാക്കി വെച്ച് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Do like and support me.